മകേഷിന്റെ ബ്രദറാണ് മനോജ് എന്നല്ലേട്ടാ പേര്. ആരൊക്കെ വീട്ടിലുണ്ടായിരുന്നത്? വീട്ടിലുണ്ടായിരുന്നത് 6 പേരുണ്ടായിരുന്നു. അമ്മ, അച്ഛൻ, അനിയൻ, ഭാര്യ, 2 മക്കളുണ്ടായിരുന്നു. അതിൽ രക്ഷപ്പെട്ടത് 2 പേരാണ് രക്ഷപ്പെട്ടത്. മകേഷിന്റെ ഭാര്യയും മോനും മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. ആരൊക്കെ കിട്ടി? മകേഷിനെ കിട്ടിയില്ലെന്ന് പറഞ്ഞു. വേറെ ആരും കിട്ടാനുണ്ടോ? കിട്ടാനുള്ളത് അമ്മേനെ കിട്ടാണ്ട്, അനിയൻ, പിന്നെ അനിയന്റെ മോള്, 3 പേരെ കിട്ടാനുണ്ട്. അച്ഛന്റെ ബോഡി കിട്ടി, ഫസ്റ്റ് ദിവസം തന്നെ കിട്ടിയായിരുന്നു. എവിടെ നിന്ന് കിട്ടി? ഇവിടെ തന്നെയാണോ? താഴെ കിട്ടിയ മനോജേട്ടനെവിടെ? ഞാനത് ആ മലയിലായിരുന്നു ഞാൻ താമസം, കുറച്ച് അപ്പത്തി പുഴേന്റെ അപ്പുറ സൈഡ്. അപകടം അറിഞ്ഞിട്ട് ഓടി വരാൻ പറ്റിയിരുന്നു? ഇല്ലല്ല, ഞങ്ങൾ അവിടുന്ന് ഓടി മുകളിലേക്ക് കയറുക ചെയ്ത്. ഇത് സൗണ്ട് കേട്ടിട്ട് എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാൻ പാടില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ മുകളിലേക്ക് ഓടി കയറുക ചെയ്തത്. ഇപ്പൊ ആദ്യമായിട്ടാണ് ഇവിടേക്ക് വരുന്നത്? അല്ലല്ല, ഞാൻ വന്നായിരുന്നു, 3-4 ദിവസമായി വരുന്നുണ്ട്. ഈ മകേഷിന്റെ ഗുരുവാണ്, ഹുസൈൻ എന്നാണ് പേര്, കരാട്ട മാഷാണ്. ഇവർ ഈ വീട് തേടി ഇവിടെ വന്നാണ്. ഇവിടെ വന്നിട്ട് സ്ഥലം തിരിച്ചറിയാൻ പറ്റുമോ നിങ്ങൾക്ക്? അല്ല, എനിക്ക് പിന്നെ ഞാൻ ഈ പ്രദേശവാസിയാണ്. ചെറുപ്പത്തിൽ എൻ്റെ ഫാദറൊക്കെ വന്നിട്ട് 50 വർഷമായിട്ടുണ്ട് ചൂരൽമല പ്രദേശത്ത്. ഇവിടെ തന്നെ കളിച്ചു പറഞ്ഞ് ഇപ്പം ഇതിൻ്റെ ബാക്കിലൊരു സ്ഥലമുണ്ട്, ആ കാണുന്ന ഒരു ഇടയിൽ ഒരു സ്ഥലമുണ്ട്. അവിടെ വെച്ചിട്ട് ഞങ്ങൾ കരാട്ട ക്ലാസ് എടുത്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഞാൻ ഏകദേശം മനസ്സിലാക്കി സലാമിനായിട്ട് നല്ല ബന്ധമുണ്ടായിരുന്നു. ആ വീടിൻ്റെ ഇപ്പോഴത്തെ കോലം കണ്ടിട്ട് മാത്രമാണ് ഈ പ്രദേശം ഈ സ്ഥലമാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ. സലാമക്കിന്റെ വീട് അവിടെ ഉള്ളതുകൊണ്ട് ഈ സ്ഥലം ഇതാണെന്ന് മനസ്സിലായി? അല്ല, ഒരിക്കലും മനസ്സിലാവില്ല. ഞങ്ങൾ രാത്രി അന്ന് എൻ്റെ ജ്യേഷ്ഠനും ഞങ്ങളുടെ ടീമായിട്ട് ഇങ്ങോട്ട് ഓടി വന്നു. അപ്പോൾ അവർ മുന്നിൽ വന്നു. എന്തോ ഒരു ഭാഗ്യത്തിന് മഹേഷിൻ്റെ വൈഫിനെ മാത്രം കിട്ടി. അവരെ ഈ കുന്ന് കയറ്റി അപ്പുറത്ത് കൊണ്ടുപോയി രക്ഷപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായത്. ഞങ്ങളപ്പോൾ വന്നപ്പോൾ ആദ്യത്തെ പൊട്ടിന് എന്ത് ചെയ്യില്ല, സ്കൂളിൻ്റെ അപ്പുറത്തുള്ള ബിൽഡിംഗ് ഒന്നും പോയില്ല. ഞങ്ങൾ അവിടെ നിന്ന് ഒരു 3 കോടി കിട്ടിയപ്പോൾ അവരങ്ങോട്ട് എത്തിച്ച് അതേ സമയത്ത് 2ാമത് പൊട്ട് വരുന്നത്. അപ്പോൾ ആ വീടുകളൊക്കെ ഞങ്ങൾ നോക്കുമ്പോണ്ട്. രണ്ടാമത് തിരിച്ചു എന്ന് നോക്കുമ്പോൾ എല്ലാ വീടും നഷ്ടപ്പെട്ടു പോവുകയും ചെയ്തത്. ഇപ്പോഴത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടെ ചൂരൽമല പ്രദേശത്തെ ആളുകൾ ഇപ്പോൾ ഏകദേശം ഒന്ന് മെച്ചപ്പെട്ട് വരുന്ന സമയമാണ്. അപ്പോൾ ഇവൻ എന്ന് പറഞ്ഞാൽ നീലിക്കാപ്പിലൊരു സൂപ്പർ മാർക്കറ്റ് നടത്തുന്ന ആളാണ്. അതേപോലെ എൻ്റെ സുഹൃത്തുക്കളുണ്ട് മുണ്ടക്കൈ അട്ടമല. അപ്പോൾ അവർ ഒരു 8-9 പേര് എന്നിട്ടൊരു ഗ്ലാസ് ബ്രിഡ്ജ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒക്കെ ലോൺ ബേസ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതേപോലെ ഈ പ്രദേശത്താണെങ്കിൽ എല്ലാവരും ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണെങ്കിലും കാർഷിക മേഖലയാണെങ്കിൽ പുറത്ത് പോയി തൊഴിൽ ചെയ്തിട്ടൊക്കെ ആണെങ്കിലും ഒരു മെച്ചപ്പെട്ട് വരുന്നൊരു അവസ്ഥയാണ് ഉണ്ടായത്. ഇപ്പം മുന്നോട്ടുള്ള അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇവർക്കിപ്പോൾ ഒരു 5 ഏക്കർ 10 ഏക്കർ പോലൊക്കെ ഉണ്ട്, 1 ഏക്കർ പോലുണ്ട്. അപ്പോൾ പോയവർക്കൊക്കെ തൽക്കാലം ചിലപ്പോൾ സർക്കാർ ഒരു വീട് വെച്ച് കൊടുക്കുന്ന സംവിധാനം ഉണ്ടാവുമായിരിക്കും. മകേഷിന് തലേന്ന് കണ്ടിരുന്നു നേരത്തെ പറഞ്ഞായിരുന്നു. ആ തലേന്ന് കണ്ടു എന്ന് പറഞ്ഞാൽ പിന്നെ ഞങ്ങൾ സാധാരണ ഇപ്പോൾ സീനിയേഴ്സൊക്കെ വന്ന് പ്രാക്ടീസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഞാൻ പ്രാക്ടീസ് ചെയ്യാതെ ഇങ്ങനെ പറയും വന്ന് പ്രാക്ടീസ് ചെയ്യണമെന്ന് പറയും. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് പറഞ്ഞു, സെൻസാർ എനിക്കിപ്പോൾ ദേഷ്യം വല്ലാതെ വരുന്നുണ്ട്, അപ്പോൾ പ്രാക്ടീസ് കണ്ടിന്യൂസ് ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞിട്ട് അവൻ എന്നെ താല്പര്യം എടുത്ത് അതിൻ്റെ 2 ദിവസം മുമ്പ് പ്രാക്ടീസ് ചെയ്തിരുന്നു. അന്ന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പം ഞാനും പറഞ്ഞു മഹേഷ് മഴ ലേശം കൂടുതലുണ്ട്. അപ്പം അവൻ ഇങ്ങോട്ട് പറഞ്ഞു സെൻസായി കുറച്ച് പേടിയാകുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ പിന്നെ ഞാൻ ഏതായാലും പോവുകയാണ്. അവന് ജീപ്പുണ്ട്, ജീപ്പ് എടുത്ത് കടൻ്റെ മുന്നിൽ ഒന്ന് നിർത്തി. എന്നിട്ട് പറഞ്ഞു ലാസ്റ്റ് ഇടത് കൈ ഇങ്ങനെ നീട്ടിയിട്ട് പറഞ്ഞു സെൻസായി ഞാൻ പോവാണ് കേട്ടോ എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ അവസാനമായിട്ട് വരുന്നത്. ഇപ്പോഴും ചിരിച്ചോണ്ടിരിക്കുന്ന ആളായിരുന്നു എന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും ചിരിച്ചവൻ അവനെ കാണുമ്പോൾ ഒരു മോട്ടിവേഷനാണ്. പൊതുവെ നമ്മളൊക്കെ അങ്ങനെ ചിരിക്കുന്നുണ്ടോ എന്ന് സംശയമാണ്. അല്ല, രാവിലെ ഫോൺ ചെയ്യും, അപ്പോൾ എല്ലാവരും സെൻസൈ എന്ന് വിളിക്കും. അവൻ വിളിക്കുക സെൻസൈ എന്നൊരു നീട്ടി വിളിയുണ്ട്. ആ വിളി ഒരു വല്ലാത്ത വിളിയാണ്. ശരി, നീട്ടിയാണ് വിളിക്കുക. സെൻസൈ നീട്ടി വിളിച്ചിട്ട് ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അങ്ങനെ ഒരു എന്താ പറയുക, കുടുംബത്തിനെ ശരിക്കും കൈ പിടിച്ച് മനോന് പോലും അറിയാം. അവനെ പോലും കൈ പിടിച്ച് പിന്നെ കരക്കി എത്തിക്കുന്ന ഒരു ഫാമിലി മൊത്തം വളരെ സാമ്പത്തികമായിട്ട് വളരെ മോശം അവസ്ഥയിലായിരുന്നു. ഇപ്പോൾ ഒരു മെച്ചപ്പെടുന്ന അവസ്ഥയായിരുന്നു. എന്തോ ദൈവഹിതം അങ്ങനെ സമാധാനിക്കാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കഴിയും. ഏതായാലും അവർ ഒരു വീട് വെക്കാനും കൂടെ ഉള്ള പ്ലാനിലായിരുന്നു അല്ലേ? നിങ്ങൾ എന്തോ വരച്ചെന്നൊക്കെ പറഞ്ഞു. നമ്മള് സുഹൃത്തായിരുന്നു, നമ്മളൊക്കെ ഒരുമിച്ച് പ്രാക്ടീസ് ചെയ്തു. ഞങ്ങൾ അന്ന് വെള്ളിയാഴ്ച ഇതേപോലെ പ്രാക്ടീസ് ചെയ്തു. ഞങ്ങൾ കെട്ടിപ്പിടിച്ചിട്ട് ഞങ്ങൾ ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ കെട്ടിപ്പിടിക്കും ഇങ്ങനെ. സ്മൃതി, ഇതാണ് വൈകാരികമായ നിമിഷങ്ങളാണ്. നമുക്ക് അവരെ ബുദ്ധിമുട്ടിക്കാനും കഴിയില്ല. ഉറ്റ സുഹൃത്തുക്കളാണ്. മകേഷ് ഇവിടെ ഒരു വീട് വെക്കാൻ വേണ്ടി തീരുമാനിച്ചിരുന്നതാണ് ഇദ്ദേഹം കുറച്ച് മുൻപ്. വീട് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ വന്ന് നോക്കി, പ്ലാനൊക്കെ വരച്ച്. അന്ന് ചപ്പാത്തി ഉണ്ടായിരുന്നു രാവിലെ. ചപ്പാത്തി മൂപ്പര് സൈഡിലിരുന്ന്, കുട്ടികൾ അപ്പുറം കുട്ടികൾ അടുത്തടുത്തിരുന്ന്. എന്നിട്ട് ഞാൻ മോനോട് സംസാരിച്ച് ഞാൻ പ്ലാൻ വരച്ചിട്ട് അയച്ചു കൊടുത്തു. എന്നിട്ട് എന്നോട് പറഞ്ഞു കുറച്ച് മാറ്റമുണ്ട്, ഇതിനെ മഴ കഴിഞ്ഞാൽ വന്ന് നോക്കണം, പൊളിച്ച് പണിയണം എന്നൊക്കെ പറഞ്ഞിട്ട്. ശരിക്കും എനിക്കൊരു പഴയ വീടുണ്ട്. ആ പഴയ എൻ്റെ യോഗം ഇല്ലാത്തതുകൊണ്ട്, കാരണം ഈ പൊട്ടുന്നതിന് മുമ്പ് എൻ്റെ വീട്ടിൽ ആന വന്നു. കാരണം ഞങ്ങളുടെ വീട്ടിലേക്ക് ആന വരണമെങ്കിൽ ശരിക്കും ഒരു 4-5 കിലോമീറ്റർ ഇങ്ങോട്ട് വരണം. അപ്പോൾ എൻ്റെ വാപ്പ പറയുന്നുണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഈ മൃഗങ്ങൾ കാട്ടിൽ നിന്ന് ഇറങ്ങുന്നു.
അപ്പോൾ ഈ 4-5 ആന വന്നപ്പോൾ ഞാൻ വൈഫിനോട് പറഞ്ഞു എന്തോ ഒരു ദുരന്തം വരാണ്ടല്ലോ, അല്ലെങ്കിൽ ആന ഇങ്ങനെ വരില്ലല്ലോ. ആന വന്നു എന്ന് മാത്രമല്ല, ആന അനങ്ങാതെ നിൽക്കുക ചെയ്ത്. കാരണം നമ്മളെ പറമ്പിൽ ഒരുപാട് ദൂരമുണ്ട്, 1.5 കിലോമീറ്റർ അപ്പുറത്തെ നമ്മൾ താമസം. അല്ലല്ല, ഇത് ചരിത്രത്തിൽ ആദ്യമായിട്ട് നമ്മളിപ്പോൾ 50 വർഷം, ഞാൻ പറഞ്ഞില്ല 50 വർഷമായി ഞങ്ങൾ ഇവിടെ ഉണ്ട്, ആന ഇറങ്ങിയിട്ടില്ല. അപ്പോൾ ആന വന്നപ്പോൾ തന്നെ ഫോറസ്റ്റുകാരൊക്കെ വന്നവർ തിരിച്ചുപോയി. പക്ഷേ ആന ശരിക്കും തിരിച്ചുപോയി എന്നാണ് ഫോറസ്റ്റുകാർ പറഞ്ഞത്. പക്ഷേ ഞങ്ങളെ വീടിൻ്റെ താഴെ ഒരു 1/2 ഏക്കർ വയലുണ്ട്. ആ വയലിൽ ആന അവിടെ രാവിലെ 8:30 വരെ നിൽക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഞാൻ വൈഫിനോട് പറഞ്ഞ് ഉടൻ തന്നെ ഞാൻ മഹേഷിൻ്റെ ഫോണിൽ കുറേ വിളിച്ചു, അപ്പോൾ കിട്ടുന്നില്ല. പിന്നെ അതേപോലെ ഞാൻ സലാമിന് വിളിച്ചു. സലാം എന്താ കാരണം എന്നറിയില്ല, അവനും പൊട്ടുന്നതിന് മുമ്പ് തന്നെ വിളിച്ചിട്ടുണ്ട്, ഫോൺ എടുത്തില്ല. പിന്നെ ആന ഉണ്ടായതുകൊണ്ട് പുറത്തിറങ്ങാനും വയ്യ. അങ്ങനെ ഒരു 10 മിനിറ്റ് ആകുമ്പോഴത്തേന് ഈ സൗണ്ട് കേൾക്കുന്നത്. സൗണ്ട് കേട്ട് ഞങ്ങൾ കുറച്ച് നേരം 10 മിനിറ്റ് വെയിറ്റ് ചെയ്ത് ടൗണിൽ വന്നപ്പോൾ ടൗണിൽ തന്നെ ഫുള്ള് ചളിയാണ്. അങ്ങനെ കടന്ന് കുറേ ആൾക്കാരെ രക്ഷപ്പെടുത്തി. 100-100 ആൾക്കാർ എന്ത് ചെയ്തു, റെസ്ക്യൂ ചെയ്ത ആൾക്കാർ അപ്പുറത്ത് ഈ മലയിൽ കൂടെ അപ്പുറത്ത് കയറിയിട്ട് രക്ഷപ്പെട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ വലിയ ഇതിനേക്കാൾ ഭയങ്കര ദുരന്തം ഉണ്ടായേനെ. ആളുകൾ മൊത്തം കാര്യം എന്താ പറയാൻ കഴിയില്ല. യുദ്ധം വരുന്ന ഒരവസ്ഥ ഉണ്ടല്ലോ, മേലെന്ന് ഞങ്ങളൊക്കെ വിചാരിക്കും അതിൻ്റെ മേലെ കൂടെ ഒട്ടി വരികയാണെന്ന് വിചാരിക്കും സൗണ്ട് കേട്ടിട്ട്. അത്രമാത്രം കരിങ്കല്ലാണ്, അത് കല്ല് വാരി വെതറിയ പോലെയാണ് ഇപ്പൊ കിടക്കുന്നത്. അതെ, ഭീകരാവസ്ഥ എന്ന് പറഞ്ഞാൽ ആ ഒരു അവസ്ഥ. എൻ്റെ മോള് ഞാൻ പറഞ്ഞില്ലേ കൗൺസിൽ ചെയ്യുന്ന അവസ്ഥയിലെത്തിപ്പോയി. മോളെ ഇപ്പോൾ കൗൺസിൽ ചെയ്തപ്പോൾ പിന്നെ സൈക്കാട്രിസ്റ്റിനെ കാണിച്ചു, മരുന്ന് കുടിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ പല ആളുകൾ എൻ്റെ അഭിപ്രായത്തിൽ എല്ലാവർക്കും വ്യക്തിപരമായിട്ട് കൗൺസിലിംഗ് ആവശ്യം ഉണ്ടാവും എന്ന് തോന്നുന്നു. കാരണം ഈ സർക്കാർ ഏർപ്പെടുത്തിയിട്ടുണ്ട്, അങ്ങനെ ക്യാമ്പിലൊക്കെ കൊടുക്കുന്നുണ്ട്. ഇപ്പൊ തന്നെ ഞങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ ഞങ്ങൾക്ക് ആ സൗണ്ട് വന്നപ്പോൾ ഞാനും ഉസ്മാനും പെട്ടെന്ന് ചെറിയൊരു പേടി വന്നു.